കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ട് മഹോത്സവം 2025 ജനുവരി 31 മുതൽ തുടങ്ങും. ഉത്സവം ഫെബ്രുവരി 8 സമാപിക്കും. കാഞ്ഞങ്ങാട് കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ആണ്ടുമഹോത്സവം 2025 ജനുവരി 31 മുതൽ തുടങ്ങും. ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഊട്ടുപുര 1-ാം നിലയുടെ സമർപ്പണം ആഘോഷിക്കുന്നു. 2025 ജനുവരി 31 മുതൽ ഫെബ്രുവരി 8 വരെയാണ് വിവിധ കലാപരിപാടികളോടെ ആഘോഷിക്കപ്പെടുന്നത്. ജനുവരി 31 രാവിലെ 10 മണിക്ക് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര തിരുവത്ത് ശ്രീ അറയിൽ ഭഗവതി ദേവാലയത്തിൽ നിന്ന് പുറപ്പെടും. 11:30 ക്ഷേത്ര ഊട്ടുപുര 1-ാം നിലയുടെ സമർപ്പണം ആഘോഷ കമ്മിറ്റി ചെയർമാൻ ശ്രീ കെ വേണുഗോപാലൻ നമ്പ്യാർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മേക്കാട്ടിലെത്ത് പത്മനാഭ പട്ടേരി നിർവഹിക്കും. വൈകിട്ട് 5-ന് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയെ ആനയിച്ച് ആചാര്യവരണവും മഹാത്മ്യം പ്രഭാഷണവും നടക്കും. ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള ഈ വർഷത്തെ ഉത്സവത്തിന് ഭാഗവത സപ്താഹത്തോടുകൂടി തുടക്കം കുറിക്കുകയാണ്. എല്ലാ വർഷവും ഇതുപോലുള്ള ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടത്തി വരാറുണ്ട്. അതിന് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങളുടേതായ സഹകരണവും കിട്ടാറുണ്ട്. മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൻ്റെ ആണ്ട് മഹോത്സവത്തോടനുബന്ധിച്ച് ഭാഗവത സപ്താഹയജ്ഞമാണ് ഈ വർഷമുള്ളത്. കവ്വായി മോലോത്തുംകുഴി ശ്രീകൃഷ്ണപുരം ക്ഷേത്രം അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ്. അത് ക്ഷേത്രമാക്കി മാറ്റി അവിടെ കുറേ വർഷമായി നിത്യപൂജ നടന്നു വരികയാണ്. ഫെബ്രുവരി 1 മുതൽ 7 വരെ രാവിലെ 6 മണി മുതൽ വിഷ്ണു സഹസ്രനാമജപം, തുടർന്ന് പാരായണവും. ഫെബ്രുവരി 1 വൈകിട്ട് 7 മണിക്ക് സർവൈശ്വര്യ വിളക്ക് പൂജ, 2-ന് ഭജന, 3-ന് നൃത്തഭജന, 4-ന് ശ്രീകൃഷ്ണ അവതാര ഘോഷയാത്ര, 5-ന് രുക്മിണി സ്വയംവര ഘോഷയാത്ര തോയമൽ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നിന്നും പുറപ്പെടും. 6-ാം തീയതി ആലാമിക്കളി, 7-ാം തീയതി ഉച്ചയോടെ സപ്താഹയജ്ഞത്തിന് സമാപനം, തുടർന്ന് അവഭൃത സ്നാനം, ആചാര്യ ദക്ഷിണ. വൈകുന്നേരം 5:30 തന്ത്രി മേക്കാട്ടിലെത്ത് പത്മനാഭ പട്ടേരിയെ വരവേൽക്കുന്നു. തുടർന്ന് ആചാര്യവരണം, പൂജാകർമ്മങ്ങൾ. 7 മണിക്ക് പ്രദേശവാസികൾ അവതരിപ്പിക്കുന്ന നൃത്തങ്ങൾ, തുടർന്ന് നാടകം എന്നിവ അരങ്ങേറും. 8-ാം തീയതി ശനിയാഴ്ച രാവിലെ 5:30 ഗണപതി ഹോമം, തുടർന്ന് പൂജാകർമ്മങ്ങൾ. 11:30 ഉച്ചപൂജ, പ്രസാദ വിതരണം, തുലാഭാരം. 12:30 മുതൽ അന്നദാനം. വൈകിട്ട് 6:30 തായമ്പക ഹവിസ് പൂജ, തുടർന്ന് ശ്രീഭൂതപള്ളി തിടമ്പ് നൃത്തം അരങ്ങേറും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ എം കുഞ്ഞികൃഷ്ണൻ, ജനറൽ കൺവീനർ സി മാധവൻ, ട്രഷറർ ഡോക്ടർ പി പവിത്രൻ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.